മഴത്തോരും മുൻപേയുടെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന തൻ്റെ പപ്പയെ വിളിച്ച് തൻ്റെ സഹോദരങ്ങളെയെല്ലാം പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കാമെന്നും പള്ളിയിലേക്ക് അവരുമായി എത്തിച്ചേരാമെന്നും ഒരുപാട് നാൾക്ക് ശേഷം പപ്പയും മക്കളും എല്ലാ വിഷമങ്ങളും പിണക്കങ്ങളും മാറ്റി നേരിട്ട് കാണുകയാണ്. അലീന പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് പപ്പയോട് പള്ളിയിലേക്ക് വരാനായി പറഞ്ഞിരിക്കുന്നത്. ടോജോയോടായി തലേദിവസം തന്നെ അലീന പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഊബർ ബുക്ക് ചെയ്യണമെന്നും നമുക്ക് പള്ളിയിലേക്ക് പോകാനാണെന്നും. എന്തായാലും ഞാനും വല്യപ്പച്ചനും ഉള്ളതുകൊണ്ട് തന്നെ എൽസാമ്മച്ചി നമ്മുടെ കൂടെ വരത്തില്ല, അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ അവർ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. ടോജോ തൻ്റെ ചേച്ചി പറഞ്ഞത് പ്രകാരം തന്നെ ഒരു ഊബർ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്തത് പ്രകാരം കറക്റ്റ് 8 മണിക്ക് തന്നെ കാറ് വീട്ടുപടിക്കൽ എത്തുകയും ചെയ്തിരുന്നു. അവരെല്ലാവരും പള്ളിയിൽ പോവാനായിട്ട് വല്യപ്പച്ചനും അലീനയും കൂടെ ടോജോയും ടാനിയയും ടെൽസയും ഒരുമിച്ച് തന്നെ ഇറങ്ങി വരികയാണ്. ഇത് കാണുന്ന എൽസാമ്മയ്ക്ക് ഒരു അതിശയമാണ് തോന്നുന്നത്. കാരണം ഇന്ന് സൺഡേ ആണ്, പള്ളിയിൽ പോകുന്ന വേഷമാണ് താനും. സാധാരണ ദിവസങ്ങളിൽ എല്ലാ സൺഡേയൊന്നും പള്ളിയിൽ പോവാത്ത ആൾക്കാരാണ് ഇന്ന് എന്താണ് പള്ളിയെന്നും പറഞ്ഞിങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നൊക്കെ എൽസാമ്മ ചിന്തിക്കുകയാണ്. ഇതേ സമയത്ത് എൽസാമ്മയോട് വന്നിട്ട് ടെൽസയും ടാനിയയും യാത്ര പറയുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിലേക്കൊന്ന് പോയിട്ട് വരാം അമ്മച്ചി, അമ്മച്ചി കുർബാനയ്ക്ക് ഇന്നൊന്നും പോകുന്നില്ലേന്നൊക്കെ. ടെൽസ ഒന്നും മിണ്ടാതെ തന്നെ ഇവരെ അതിശയത്തോടു കൂടി നോക്കുകയാണ്. കുറച്ച് ഗൗരവത്തോടു കൂടി തന്നെ എൽസ ചോദിക്കുന്നുണ്ട്, സാധാരണ ദിവസങ്ങളിൽ ഞാൻ വിളിച്ചാൽ പോലും നിങ്ങൾ എൻ്റെ കൂടെ വരാറില്ലല്ലോ, ഇന്നെന്താ ഒരാളോടും ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ പുതിയ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. ടാനിയെ ചോദിക്കുന്നുണ്ട്, പള്ളി പോകുന്നത് തെറ്റാണോ അമ്മച്ചി? വല്യപ്പച്ചനും ചേച്ചിയും പോകുന്നുണ്ടെന്ന് പറഞ്ഞു, കൂടെ ഞങ്ങളും പോവാമെന്ന് കരുതി അമ്മച്ചി, അത്രേ ഉള്ളൂ. അമ്മച്ചി എന്തായാലും ഞങ്ങളുടെ കൂടെ വരത്തില്ലെന്നറിയാം, അതുകൊണ്ടാണ് വിളിക്കാതിരുന്നതെന്നു കൂടി എൽസാമ്മയോടായി പറയുന്നുണ്ട്. എൽസാമ്മ ചോദിക്കുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇത്രയും കാലം ഞാൻ കിടന്ന് വിളിക്കുമ്പോൾ നിങ്ങളൊരാളും എൻ്റെ കൂടെ ഇറങ്ങി വന്നിരുന്നില്ല, പള്ളിയിലേക്കായാലും അല്ലെങ്കിലും. ഇപ്പോൾ പെട്ടെന്നൊരു ചേച്ചിയും വല്യപ്പച്ചനും ഒക്കെ. നാളെ അവരങ്ങ് പോകുമ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ മകനുമൊക്കെ തന്നെ നിനക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൂടി നീയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണെന്ന് വല്യപ്പച്ചനെയും അലീനയെയും നോക്കിക്കൊണ്ട് തന്നെ എൽസമ്മ പറയുകയാണ്. എൽസമ്മയുടെ മുഖത്ത് നോക്കി അലീനയും പറയുന്നുണ്ട്, ഞങ്ങൾ എവിടെ പോയാലും ഇനി നിങ്ങളുമായിട്ട് തന്നെ പോവത്തുള്ളൂ. അതെ അതെ, കണ്ടു തന്നെ പറയാമെന്ന് പറഞ്ഞ് എൽസമ്മ അകത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട്. കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പേ ടോജോയെ നോക്കിക്കൊണ്ട് എൽസമ്മ പറയുകയാണ്, നിനക്ക് പിന്നെ എന്നോടിപ്പോൾ മിണ്ടാൻ പോലും താല്പര്യമില്ലാണ്ടായി. ഇത്രയ്ക്കൊക്കെ നിന്നെ ഉപദേശിച്ച് മാറ്റാനുള്ള എന്ത് തന്ത്രമാണാവോ ഈ വന്നവരുടെയൊക്കെ കയ്യിലുള്ളതെന്ന് ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി എന്തെങ്കിലും അലീന പറയുമോ എന്ന ഭയവുമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അകത്തേക്ക് കയറി പോവുകയാണ് എൽസമ്മ. ഉടനെ അവർ ടോജോയെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് 5 പേരും കൂടി കാറിലേക്ക് കയറുകയാണ്. കാറിലേക്ക് കയറി ഏത് പള്ളിയിലേക്കാണ് പോകുന്നതെന്നൊക്കെ അലീന ഡ്രൈവറോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പോകുന്ന യാത്രയിൽ അലീന തൻ്റെ പപ്പയ്ക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി ഇത്ര സമയത്തിനുള്ളിൽ ഞങ്ങൾ പള്ളിയിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. തിരിച്ച് പപ്പയുടെ മറുപടിയും അലീനയ്ക്ക് വരുന്നുണ്ട്, ഞാൻ ഓൾറെഡി പള്ളിയിൽ എത്തിക്കഴിഞ്ഞു, നിങ്ങളിനി അവിടെ എത്തിയേ മതിയെന്ന് പറഞ്ഞു. ഇത് അലീന കാറിലിരുന്നു കൊണ്ട് തന്നെ അവരോട് പറയാണ്, പപ്പ പള്ളിയിൽ എത്തിക്കഴിഞ്ഞു എന്ന്. ഇത് കേൾക്കുന്ന വല്യപ്പച്ചൻ പറയാണ്, എന്തൊരു സ്പീഡാണ് അവന്, നമ്മൾ എത്തേണ്ട സമയമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതാണല്ലോ, അതിനു മുമ്പേ വന്ന് കർത്താവിന് സ്തുതി കൊടുക്കൽ കഴിഞ്ഞോ എന്ന്. അങ്ങനെ വഴിയാത്രയിൽ തമാശയും സന്തോഷവുമായിട്ട് അവർ അവരുടെ പപ്പയെ കാണാനായിട്ട് പള്ളിമുറ്റത്തേക്ക് എത്തുന്നുണ്ട്. കാറിൽ നിന്നും ആദ്യം ഇറങ്ങുന്നത് വല്യപ്പച്ചനാണ്. വല്യപ്പച്ചൻ നോക്കുമ്പോൾ തൻ്റെ ജീപ്പും ചാരി മക്കൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ണു നട്ട് നോക്കി നിൽക്കുന്ന ഒരപ്പച്ചനെയാണ് കണ്ടത്. അപ്പച്ചൻ സ്റ്റാൻലിയുടെ അരിയത്തേക്കായി നടന്ന് ചെല്ലുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി കുറച്ചും കൂടി എത്തിച്ചൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, മക്കളാരും ഇറങ്ങുന്നില്ലേന്ന്. അലീന ഇറങ്ങുന്നത് കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല.
അലീനയ്ക്ക് പിന്നാലെ തന്നെ ടോജോയും ടാനിയയും ടെൽസയും കൂടി ഇറങ്ങിയതോടെ സ്റ്റാൻലി ആ ജീപ്പിൽ നിന്നും ചാടി നിന്നെടുത്ത് നിന്ന് മുമ്പിലേക്കായി നടന്ന് ചെല്ലുന്നുണ്ട്. ഇത് കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാലോ, എന്നെയും വല്യപ്പച്ചനെയും കണ്ടിട്ട് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മക്കളെ കണ്ടപ്പോൾ എന്താ ഒരു സന്തോഷമെന്ന്. എന്നാൽ അദ്ദേഹം ഓടിച്ചെന്ന് ടോജോയെയാണ് കെട്ടിപ്പിടിക്കുന്നത്. ടോജോയുടെ കണ്ണൊക്കെ നിറഞ്ഞു. കൂടെ നിന്നിരുന്ന ടാനിയയും ടെൽസയും കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരുന്നു. ടാനിയയും ടെൽസയും ചെന്ന് പപ്പയെ എങ്ങനെയാണ് തൊടണോ കെട്ടിപ്പിടിക്കണോ, പപ്പയുടെ മുമ്പിൽ ചെന്ന് എന്ത് പറയണമെന്ന് പോലും അവർക്കറിയുന്നുണ്ടായിരുന്നില്ല. ടോജോ തിരിച്ച് തൻ്റെ പപ്പയെ പിടിവിടാതെ അങ്ങനെ തന്നെ കെട്ടിപ്പിടിച്ച് അവിടെ നിന്നു. പപ്പ 3 പേരോടുമായി ചോദിച്ചു, നിങ്ങൾ 3 പേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണോ ഇറങ്ങിയതെന്ന്. അവർ അതേ എന്ന് തലയാട്ടി. ടോജോയുടെ മുഖത്തൊക്കെ തടവി, മുഖത്തൊക്കെ ഒന്ന് നുള്ളിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നീ സുഖമായിരിക്കുന്നോ? നിന്നെ ഞാൻ വിളിച്ചതല്ലേ എൻ്റെ കൂടെ വന്ന് നിൽക്കാൻ പറഞ്ഞുകൊണ്ട്. അവർ 2 പെൺകുട്ടികളാണ്, അവരവരുടെ അമ്മച്ചിക്കൊപ്പം നിന്നോട്ടെ. നീ എന്താണ് ഞാൻ വിളിച്ചിട്ട് വീട്ടിലേക്കൊന്നും വരാതെ ഇരിക്കുന്നതെന്ന്. ടോജോ ചോദിക്കുന്നുണ്ട്, പപ്പ എന്നെ എന്ന് വിളിച്ചു എന്ന്? പപ്പ എന്നെ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന്. ഇത് കേൾക്കുന്നോ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഞാൻ വിളിച്ചിരുന്നല്ലോ, എൽസമ്മയോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിന്നെ എൻ്റെ അടുത്തേക്ക് അയക്കാൻ. നിനക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൽസയോട് തന്നെ പറഞ്ഞത് നിന്നോട് ഒന്ന് ഇവിടെ വരെ വരാൻ. ഒരിക്കലും ഞാൻ നിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ച് നിന്നെ വിളിച്ചിരുന്നു. അപ്പോഴും എനിക്ക് അയച്ചു തന്നത് ജെറി എന്ന് പറയുന്നൊരു അക്കൗണ്ട് നമ്പറാണ്. നിനക്ക് അക്കൗണ്ടൊന്നും ഇല്ല പോലും. അങ്ങനെയാണ് എൽസ എന്നോട് പറഞ്ഞതെന്നൊക്കെ. ഇതെല്ലാം കേൾക്കുമ്പോൾ ടോജോയും ടാനിയയും ടെൽസയും ഒക്കെ അതിശയത്തോടു കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് കേട്ടോ. അവർ പപ്പയോടായി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു പപ്പ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളോട് ആരും ഒട്ടും പറഞ്ഞിട്ടുമില്ല. പപ്പ എന്നാണ് എന്നോട് പപ്പയുടെ തറവാട്ടിലേക്ക് വരാൻ പറഞ്ഞതെന്ന് പോലും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയാണ്. അലീന ചേച്ചി വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞതാടാ എൻ്റെ അരികത്തേക്ക് നിന്നെ വിടണമെന്നും നിനക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെന്നും ഇവിടെ നിന്ന് നിന്നെ കോളേജിൽ ഞാൻ വിട്ടോളാം എന്നൊക്കെ. നിൻ്റെ അമ്മച്ചി തന്നെയാണ് പറഞ്ഞത് അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ. അതും നിൻ്റെ അമ്മച്ചിയല്ല എന്നോട് സംസാരിച്ചിരുന്നത്, റീത്തയാണ്. എൻ്റെ അമ്മച്ചി അരികത്ത് നിന്ന് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്നാണ് അവൾ എന്നോട് പറഞ്ഞതെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ടോജോ ചോദിക്കുന്നുണ്ട്, പപ്പ, ഞങ്ങൾ പോലും പല കാര്യങ്ങളും ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത്, അതും ഈ ചേച്ചി വന്നതിന് ശേഷം. എന്താണെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന പല കള്ളത്തരങ്ങളും ഞങ്ങൾ ഒന്നും അറിയാറില്ല. പപ്പി പറഞ്ഞ കാര്യം മാത്രമല്ല, പപ്പ അയക്കുന്ന പണത്തിൻ്റെ കാര്യം പോലും. ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ പറയുന്ന ഞങ്ങളുടെ അമ്മച്ചിയായ എൽസയ്ക്ക് പോലും അറിയില്ല. ഈ റീത്താമ്മച്ചിയും മകനും തന്നെയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നതും നടത്തുന്നതും. കർത്താവിനെ ഓർത്ത് ഇനി 1 രൂപ പോലും റീത്താമ്മച്ചിയുടെ അക്കൗണ്ടിലേക്ക് അയക്കരുത്. ഞങ്ങൾക്കാർക്കും അക്കൗണ്ട് ഒന്നും എടുക്കാതെ റീത്താമ്മച്ചി ഞങ്ങളെ പറ്റിച്ച് നടക്കുകയാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും പറയാനാണെങ്കിൽ ഒരുപാടുണ്ടെന്ന് ടെൽസയും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി ജോസഫിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. സ്റ്റാൻലി ടെൽസയോടായി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ നിൻ്റെ 18ാമത്തെ പിറന്നാളിന് വാങ്ങിച്ചു തന്ന ആ ഡയമണ്ട് നെക്ലസ് അതെങ്കിലും നിൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു എന്ന്. ഇത് കേൾക്കുമ്പോൾ അവർ പറയാണ്, ഡയമണ്ട് നെക്ലസ്സോ? ഏത് ഡയമണ്ട് നെക്ലസ്? പപ്പ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കൊള്ളാം, പപ്പ ഡയമണ്ട് നെക്ലസും വാങ്ങിച്ച് റീത്താമ്മച്ചിക്ക് കൊടുത്തായിരുന്നോ? ഇത് കൊള്ളാം പപ്പ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പപ്പ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാ ബർത്ത്ഡേക്കും കമ്മലായിട്ടും മോതിരമായിട്ടും മാലയായിട്ടും ഒക്കെ വാങ്ങാൻ പറഞ്ഞുകൊണ്ട് എല്ലാ ബർത്ത്ഡേക്കും പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഞാനൊരിക്കൽ ദുബായ് വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു നിൻ്റെ 18ാം പിറന്നാൾ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഡയമണ്ട് നെക്ലസ് ഞാൻ റീത്താമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു നിനക്ക് തരണമെന്ന് പറഞ്ഞിട്ട്. പപ്പ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് തരാതിരിക്കുന്നത്? നിങ്ങളാരും വാങ്ങത്തില്ലെന്ന് പറയുന്നു.
നിങ്ങളെ നേരിട്ട് കാണണമെന്നും നേരിട്ട് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകണമെന്നും പറയുമ്പോൾ നിൻ്റെ അമ്മച്ചിയും റീത്താമ്മച്ചിയും ഒക്കെയാണ് പറയുന്നത് നിങ്ങളാരും എന്നെ കാണാനോ എൻ്റെ കയ്യിൽ നിന്നും ഒന്നും സ്വീകരിക്കാനോ തയ്യാറല്ലെന്ന്. നിങ്ങളത് റോട്ടിലേക്ക് വലിച്ചെറിയുമെന്ന്. എന്നെപ്പോലെ ഒരാൾക്ക് അത് താങ്ങാൻ കഴിയുമോ? അപ്പോൾ റീത്ത എന്നോട് പറയുന്നത് റീത്ത സമ്മാനമായി കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് അത് തന്നോളാമെന്നാ. പപ്പയുടെയും ഞങ്ങളുടെ അമ്മച്ചിയുടെയും ജീവിതത്തിനിടയിലേക്ക് ഒരു ദുശകുനം പോലെ കടന്നു വന്ന ഒരാളാണ് റീത്താമ്മച്ചി എന്ന് അറിഞ്ഞിട്ട് പോലും എന്തിനാണ് പപ്പ ഇത്രയും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിരുന്നത്, അവരെ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല പപ്പ എങ്ങനെയാണ് ഇത്രയ്ക്കൊക്കെ എന്ന് പറഞ്ഞ് അവരവിടെ സ്റ്റക്കാവുകയാണ്. പിന്നീട് അവർ പറയാൻ വന്നത് എന്താണെന്നുള്ളത് അലീന കംപ്ലീറ്റ് ചെയ്യാണ്. അലീന സ്റ്റാൻലിക്കരികിൽ വന്നിട്ട് സ്റ്റാൻലിയുടെ തോളിൽ തട്ടിയിട്ട് പറയുന്നുണ്ട്, അവർ പറഞ്ഞത് മനസ്സിലായോ പപ്പയ്ക്ക്? ഞങ്ങളുടെ പട്ടാളക്കാരനായ ഒരു പപ്പ എങ്ങനെയാണ് ഇത്രയ്ക്ക് മണ്ടത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയതെന്ന്. എന്തേ അവർ ചോദിക്കുന്നത് ശരിയല്ലേ? പപ്പയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാമായിരുന്നു പപ്പയുടെയും എൽസാമ്മയുടെയും ജീവിതത്തിനിടയിലേക്ക് ഒരു ദുശകുനം പോലെ കടന്നു വന്നതും നിങ്ങളുടെ ജീവിതം രണ്ടും രണ്ട് വഴിക്കാക്കി തീർത്തതും ഈ പറയുന്ന റീത്താമ്മച്ചിയാണെന്ന്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കണ്ട സ്വത്തുക്കളൊക്കെ നിങ്ങൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നതെന്ന് മറുപടി പറയാൻ പപ്പയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരിക്കലെങ്കിലും ഒരു സമ്മാനപ്പൊതിയുമായിട്ട് ഇവർക്ക് നേരെ ചെന്നിട്ട് ഇവരുടെ പ്രതികരണം എന്താണെന്ന് അറിഞ്ഞിട്ട് മതിയായിരുന്നല്ലോ ബാക്കിയൊക്കെ ഈ പറയുന്ന റീത്താമ്മച്ചിയെ ഏൽപ്പിച്ചിരുന്നത്. ഇതൊന്നും ചെയ്യാതെ എല്ലാം അവർ പറയുന്നത് വിശ്വസിച്ച് നടന്നു. കൊള്ളാം പപ്പ. ഇതൊക്കെ കേൾക്കുന്ന സ്റ്റാൻലി ജോസഫിന് അരിശം കൊണ്ട് കൈയൊക്കെ ആകെ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വല്യപ്പച്ചന് ദേഷ്യം വരുന്നുണ്ട്. വല്യപ്പച്ചൻ പറയാണ്, ഇനിയുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യണം, അല്ലാതെ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പരസ്പരം ഇനിയും വിഷമങ്ങളൊന്നും ഉണ്ടാക്കണ്ട. എന്തായാലും ഇപ്പോഴെങ്കിലും എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വരികയാണല്ലോ, അതും ഈ പെൺകുട്ടി കാരണമെന്നുകൂടി വല്യപ്പച്ചൻ പറയുകയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, നിങ്ങളിന്ന് എന്തായാലും പള്ളി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വീട്ടിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടോ? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇനി പണം ഇടുന്നുള്ളൂ. അതിനെക്കുറിച്ച് റീത്തയോ എൽസയോ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോഴാകാം ബാക്കി കാര്യങ്ങൾ. അല്ലാതെ അവളുമായിട്ട് ഇനി ഞാനൊരു വാക്ക് തർക്കത്തിന് പോകുന്നില്ലെന്ന് സ്റ്റാൻലി ജോസഫ് പറയുകയാണ്. ഇത് കേൾക്കുന്ന അലീന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും പപ്പ അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടുന്ന കാര്യമൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം മാത്രം ആലോചിക്കാം. അല്ലാതെ ഇപ്പോഴേ അതിനൊരു തീരുമാനമൊന്നും എടുക്കണ്ട. അവരധികം വൈകാതെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അതുവരെ പപ്പ റീത്താമ്മച്ചിക്ക് പണം ഒന്നും അയക്കാൻ നിൽക്കണ്ട. അതെങ്ങനെയാ മോളെ കാര്യങ്ങൾ ആ വഴിക്ക് പോവുക? അതെന്തായാലും നടക്കത്തില്ലല്ലോ. നിങ്ങളും കൂടി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എൽസയോട് പറഞ്ഞ് റീത്ത എൽസയെ കൊണ്ട് വിളിപ്പിക്കുകയും ചിലവിനുള്ള പണമൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുമെന്ന് സ്റ്റാൻലി ജോസഫ് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പോൾ തൽക്കാലം ഞാൻ അവിടെ ഉണ്ടല്ലോ. പപ്പ ദൈവത്തെ ഓർത്ത് കർത്താവിനെ ഓർത്തെങ്കിലും ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഡാ നീ ഇനി നിൻ്റെ പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കാതെ നീ ഇപ്പോൾ തൽക്കാലം അവൾ പറയുന്നതെങ്കിലും ഒന്ന് കേൾക്കുന്നു. അങ്ങനെ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പുതിയ തീരുമാനങ്ങൾ പുതിയ കോടതിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. ഇനി കോടതിയുടെ ഉത്തരവ് വരുന്നത് വരെയെങ്കിലും പണമിടപാടുകളൊന്നും തൽക്കാലം ഞാൻ നടത്തുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ടോജോയോടും ടാനിയയോടും ടെൽസയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്ക് കയറുന്നുണ്ടോ? എങ്കിൽ കയറിയിട്ട് പെട്ടെന്ന് വായോ, ഞാൻ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി ചെറിയൊരു പർച്ചേസൊക്കെ നടത്തി എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഞാൻ തന്നെ നിങ്ങളെ ആക്കിത്തരാമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞങ്ങൾ പപ്പയ്ക്കൊപ്പം എവിടെ വേണമെങ്കിലും വരാനൊക്കെ തയ്യാറാണ്. പക്ഷേ പപ്പ ഞങ്ങളെ കൊണ്ടുവിടൊന്നും വേണ്ട. ഞങ്ങൾക്കായിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്ത് തന്നാൽ മതി. ഞങ്ങൾ അതിന് പോയിക്കോളാം. അല്ലെങ്കിലേ ഇന്നത്തെ ഈ വരവും പോക്കൊക്കെ ആകപ്പാടെ പ്രശ്നത്തിലാവുമെന്ന് പറയുകയാണ്. ടെൽസയും ടാനിയയും സ്റ്റാൻലിയോടായി പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ഈ വരവ് ആകെ പ്രശ്നത്തിലാവുമെന്നുള്ള നല്ല പേടിയുണ്ട് പപ്പ. ചേച്ചി, ഇതെങ്ങാനും റീത്താമ്മച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ബാക്കി വെച്ചേക്കില്ല.
കൊന്നു കളയുന്നു. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി ജോസഫ് പറയാണ്, നിങ്ങൾ കുറേ സമയമായി ഇങ്ങനെ കിടന്ന് റീത്താമ്മച്ചിയെ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ മക്കളങ്ങനെ കണ്ടവളെ ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്നാത്തിനാണ് അവളിങ്ങനെ പേടിക്കുന്നത്? നിങ്ങളെ സ്റ്റാൻലി ജോസഫിൻ്റെ മക്കളാണ്. നിങ്ങളെ മുന്നേ എൻ്റെ കയ്യിൽ ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ റീത്താമ്മച്ചിയെ ചുരുട്ടിക്കൂട്ടി ഒരു വഴിക്കിടേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നേനെ. ടെൽസയുടെ തോളിൽ സപ്പോർട്ടായിട്ട് ഇങ്ങനെ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നീ സ്ട്രോങ് ആയിരിക്കണം കേട്ടോ. നിൻ്റെ ഈ തണുപ്പ മട്ടൊക്കെ ഒന്ന് കളഞ്ഞ് നീ റീത്താമ്മച്ചിയുടെ മുമ്പിൽ സ്ട്രോങ് ആയിട്ട് തന്നെ സംസാരിക്കണം. നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് വേണമെങ്കിൽ പറഞ്ഞോ, ഞങ്ങളിന്ന് പള്ളിയിൽ പോവുകയും ഞങ്ങളുടെ പപ്പയുമായി സംസാരിക്കുകയും ഔട്ടിങ്ങിനൊക്കെ പോവുകയും ഒക്കെ ചെയ്തുവെന്ന്. നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടത്, ഇപ്പം തന്നെ അമ്മച്ചിയെ വിളിച്ച് നിങ്ങൾ പറഞ്ഞേക്കണം നിങ്ങളിന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തത്തുള്ളൂ എന്ന്. കാരണം അമ്മച്ചി നിങ്ങളെ കാണാതെ വിഷമിക്കാൻ പാടില്ല. ഇത്രയും കാലം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് നിങ്ങളുടെ അമ്മച്ചി തന്നെയാണ്. പണം മാത്രമായിരുന്നു എൻ്റേത്. പണത്തിന് എല്ലാം നികത്താനുള്ള കഴിവ് ഒരിക്കലുമില്ല മക്കളെ. ആളുടെ സ്ഥാനത്ത് ആളുകൾ തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾ അമ്മച്ചിയെ വിളിച്ച് പറയാൻ മറക്കരുതെന്ന് പറയുകയാണ്. ഉടനെ ടോജോ തൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ എടുത്തിട്ട് വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് തന്നെ വിളിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഫോൺ എടുക്കുന്നത് റീത്താമ്മച്ചിയാണ് കേട്ടോ. റീത്താമ്മച്ചി കോൾ എടുക്കുമ്പോൾ ടോജോയോടായി ചോദിക്കുന്നുണ്ട്, നീ ഇതെവിടെ നിന്നാടാ ഫോണിലെന്ന്. ടോജോ പറയുന്നുണ്ട്, ഞാൻ പള്ളിയിലാണ്. പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഒരു അത്യാവശ്യ കാര്യത്തിനായി പോവുകയാണ്. അത് അമ്മച്ചിയോട് പറയാനായി വിളിച്ചതാണെന്ന്. ഇത് കേൾക്കുന്ന റീത്ത ചോദിക്കുന്നുണ്ട്, പള്ളിയിലേക്ക് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നും കുടുംബത്തേക്കാണ്, തൻ്റെ വീട്ടിലേക്കാണ് വരേണ്ടതെന്ന് നിനക്കറിയത്തില്ലേ? അവിടെ നിന്ന് പിന്നെ നിനക്കൊക്കെ എവിടെയാടാ പോവേണ്ടതെന്ന്. ടോജോ വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ റീത്താമ്മച്ചിയാണ് മറുവശത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും. അങ്ങനെ സ്റ്റാൻലി പതിയെ അവനോട് പറയുന്നുണ്ട്, നിൻ്റെ ഫോൺ ലൗഡ് സ്പീക്കറിലിടാൻ. ലൗഡ് സ്പീക്കറിൽ ടോജോ ഫോൺ ഓണാക്കിയതും മറുവശത്ത് നിന്നും വളരെ മോശമായ രീതിയിൽ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് റീത്താമ്മച്ചി ടോജോയോട് സംസാരിക്കുന്നത്. നീയൊക്കെ എന്ന് തുടങ്ങിയാടാ ഇങ്ങനെ ഊരു ചുറ്റി നടക്കാൻ തുടങ്ങിയത്? പള്ളിയിൽ പോലും പോവാത്തവന്മാരായിരുന്നു. ഇപ്പോൾ കാറ് വിളിച്ചു വരുത്തുന്നു, പള്ളിയിലേക്ക് പോകുന്നു. എന്തൊക്കെ കാണണം? നീയേ 1 മണിക്കൂറിനുള്ളിൽ പള്ളിയിൽ നിന്നും ഈ വീട്ടിലേക്ക് എത്തിയില്ലെങ്കിൽ ഈ റീത്തയുടെ സ്വഭാവം എന്താണെന്ന് നീയൊക്കെ അറിയും. അച്ചടക്കത്തിൽ വളർന്ന കുട്ടികളാ. പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളെയും കൊണ്ട് അവൻ ഊരു ചുറ്റാൻ ഇറങ്ങുകയാണത്രേ. നീയേ ഫോൺ വെച്ചിട്ട് പെട്ടെന്ന് എത്താൻ നോക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് റീത്ത കോൾ അവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സ്റ്റാൻലി ജോസഫിന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. സ്റ്റാൻലി അവരോട് പറയുന്നുണ്ട്, നിങ്ങളെ ജീപ്പിലേക്ക് കയറാൻ നോക്ക്. ഇന്നത്തോടു കൂടി അവളുടെ ഈ സാമർത്ഥ്യം ഞാനിന്ന് തീർക്കും. എൻ്റെ മക്കൾക്ക് നേരെയാണോ അവളുടെ ഈ ദേഷ്യവും ഭാവവും? ഇതേ സമയം അലീനയും വല്യപ്പച്ചനും സ്റ്റാൻലി ജോസഫിനെ പറഞ്ഞ് തണിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എല്ലാം കൈവിട്ടു പോവും. റീത്താമ്മച്ചിക്കുള്ള മറുപടി ടോജോ തന്നെയാണ് നൽകേണ്ടതെന്ന് അലീന തൻ്റെ പപ്പയോട് പറയുകയാണ്. പപ്പ ടോജോയോട് പറയുന്നുണ്ട്, ശരിയാണ്, ഇതിനുള്ള മറുപടി ഇപ്പോൾ തൽക്കാലം നീ തന്നെയാണ് കൊടുക്കേണ്ടത്. എൻ്റെ സഹോദരിമാരുമായി എവിടെയെങ്കിലും പോവാൻ എനിക്കറിയാമെങ്കിൽ അവരെ സുരക്ഷിതമായിട്ട് തിരിച്ച് കൊണ്ടുവന്ന് വീട്ടിലാക്കാനും എനിക്കറിയാമെന്നും അത് എന്നെ ഒരാളും ഉപദേശിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്നും കൂടി നീ ഇപ്പോൾ തന്നെ വിളിച്ച് അവളോട് പറയണമെന്ന് പറയുമ്പോൾ ടോജോയ്ക്ക് ആകെ ഒരു ടെൻഷൻ തോന്നുകയാണ്. ടോജോയോട് ടെൽസയും ടാനിയയും ചോദിക്കുന്നുണ്ട്, ഇന്നലെ നേരിട്ട് പറഞ്ഞപ്പോൾ ഇല്ലാത്ത ടെൻഷൻ എന്തിനാണ് ഇപ്പോൾ തോന്നുന്നത്? അവരെ ഇനി നമ്മൾ ആരും ബഹുമാനിക്കാനൊന്നും പോകുന്നില്ല. നീ ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞോളൂ എന്ന് ടെൽസയും വളരെ രൂക്ഷമായി തന്നെ പറയുകയാണ്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി ജോസഫ് അവനോട് ചോദിക്കുന്നുണ്ട്, ഈ നിൽക്കുന്ന പെൺകുട്ടിക്കില്ലാത്ത പേടിയും ഭയവും ഒക്കെ നിനക്കെന്തിനാടാ? പേടിക്കേണ്ടവരെ മാത്രം നിങ്ങൾ പേടിച്ചാൽ മതി, ബഹുമാനിക്കേണ്ടവരെ മാത്രം ബഹുമാനിച്ചാൽ മതി. എല്ലാവർക്കും ആ പേടിയും ബഹുമാനവും കൊടുക്കണമെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. നീ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് അവളുടെ മറുപടി ഒന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. എൻ്റെ സഹോദരിമാരുമായി
എനിക്കെപ്പോഴാണ് തിരിച്ചു വരേണ്ടതെന്നറിയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നീ കോള് കട്ട് ചെയ്യാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും കൂടിയും ധൈര്യം കൊടുത്തപ്പോൾ ടോജോയ്ക്ക് പറഞ്ഞതൊക്കെ ശരിയാണെന്നും മറുപടി നൽകേണ്ടത് ഞാൻ തന്നെയാണെന്നുമുള്ള തോന്നൽ വരികയാണ്. ഫോൺ എടുത്ത് വീട്ടിലെ ലാൻഡ് നമ്പറിലേക്ക് ഒരിക്കൽ കൂടി ഡയൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ലാൻഡ് നമ്പർ കട്ട് ചെയ്തുകൊണ്ട് റീത്താമ്മച്ചിയുടെ മൊബൈൽ നമ്പറിലേക്ക് തന്നെ ഡയൽ ചെയ്യാണ്. ഇത് കാണുമ്പോൾ സ്റ്റാൻലി ജോസഫിനും അലീനയ്ക്കും തൻ്റെ മറ്റ് 2 സഹോദരിമാർക്കും വല്യപ്പച്ചനുമൊക്കെ വലിയ സന്തോഷവും അതോടൊപ്പം ചെറു പുഞ്ചിരിയുമാണ് തോന്നുന്നത്. അവർ ഇവനോട് പറയുന്നുണ്ട്, നീ ഇയാൾ മിടുക്കനായല്ലോ പെട്ടെന്ന് തന്നെയെന്ന്. പറഞ്ഞതുപോലെ തന്നെ മറുവശത്ത് റീത്താമ്മച്ചി ഫോൺ എടുക്കുകയാണ്. ഉടനെ തന്നെ ടോജോയുടെ മറുപടിയും വന്നു. അതെ, എന്നെ ഭരിക്കാൻ ഇനി മേലാക്കം വന്നേക്കരുത്. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനൊക്കെ അത്യാവശ്യം എനിക്ക് അറിയാം. അതിനുള്ള പ്രായവും എനിക്കായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ സഹോദരിമാരുമായി എവിടേക്കെങ്കിലും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചുത്തരവാദിത്വത്തോടു കൂടി എൻ്റെ അമ്മച്ചിയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കാനും ഈ സഹോദരനായ എനിക്കറിയാം. അതും ഇനി എന്നെ പഠിപ്പിച്ച് തരേണ്ട. പിന്നെ ഇനി ഞാനിത് പറഞ്ഞു എന്ന് കരുതി എൻ്റെ അമ്മച്ചിയുടെ മെക്കിട്ടെങ്ങാനും കയറിയെന്ന് ഞാൻ വരുമ്പോൾ അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളാരാണെന്ന് ഇത്രയും കാലം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ, ഇത് തന്നെ തിരിച്ച് ഞാനും പഠിപ്പിക്കും ഞങ്ങളാരാണെന്ന്. അതുകൂടി ഓർത്ത് വെച്ചിട്ട് വേണം ഞങ്ങളുടെ അമ്മച്ചിയുടെ മെക്കിട്ട് കയറാൻ. എന്നാൽ പിന്നെ ഞാൻ കോള് കട്ട് ചെയ്തോട്ടെ, തിരിച്ചൊന്നും പറയാനില്ലല്ലോ എന്ന് ടോജോ ചോദിക്കുകയാണ്. എന്നാൽ സ്റ്റാൻലി ജോസഫ് അവനോട് പറഞ്ഞത്, റീത്താമ്മച്ചിയുടെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട, അവരെന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ, പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തേക്കാൻ. എന്നാൽ ഇവരെല്ലാവരും കൊടുത്ത ആ ധൈര്യത്തിൻ്റെ പുറത്ത് തന്നെ തിരിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ടോജോ ചോദിച്ചത്. എന്നാൽ റീത്താമ്മച്ചിക്ക് വായിൽ പിരിവെട്ടിക്കേറിയ ഒരവസ്ഥയായിരുന്നു. തിരിച്ചൊരക്ഷരം പോലും പറയാൻ കഴിയുന്നില്ല. അവരുടെ വായൊക്കെ ആകെ അടഞ്ഞൊരവസ്ഥയിലായി. എന്താണ് ഇവനീ പറഞ്ഞത്, അതും ഇവൻ തന്നെയാണോ ഈ സംസാരിച്ചതെന്നൊക്കെ. അരികത്ത് നിൽക്കുന്ന എൽസയെ പോലും ലൗഡ് സ്പീക്കർ ഇട്ട് ഓൺ ചെയ്തിട്ട് അതൊക്കെ കേൾപ്പിക്കാൻ പോലുമുള്ള സമയം റീത്താമ്മച്ചിക്കായിട്ട് ടോജോ കൊടുത്തിരുന്നില്ല. എന്നാൽ ഒരല്പസമയത്തിന് ശേഷം നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന റീത്താമ്മച്ചി ഇതെല്ലാം കൂടി എൽസാമ്മയുടെ മേത്തേക്ക് ചാർത്തുകയാണ്. നീ ഇത്രയും കാലം എൻ്റെ മേൽനോട്ടത്തിൽ വളർന്ന മക്കൾ ഇന്നെനിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത് നീ ഒരുത്തി കാരണമാണ്. ഒരു ദിവസം പെട്ടെന്ന് ഈ കോമ്പൗണ്ടിലേക്ക് ഒരു കാറ് വരുന്നു. ആ കാറിലേക്ക് ഇന്നലെ കയറി വന്ന കാർന്നോരും ഒരുത്തിയും കൂടി ഇവിടെയുള്ള മക്കളെയും വലിച്ച് എവിടേക്കോ പോകുന്നു. അതെവിടേക്കാണെന്നോ എന്തിനാണെന്നോ ചോദിക്കാനും പറയാനും നിൽക്കാതെ അവൾ മിണ്ടാതെ വീടിനകത്ത് കുത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എൽസ പറയുന്നുണ്ട്, പള്ളിയിലേക്കാണെന്നാണ് ചേച്ചി പറഞ്ഞത്, അതുകൊണ്ടാണ് പിന്നെ ഞാൻ തിരിച്ചൊന്നും പറയാതിരുന്നത്. സാധാരണ പള്ളിയിലൊന്നും പോവാത്ത കുട്ടികളല്ലേ, ആരെങ്കിലും ആയിട്ട് പോയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആരെങ്കിലും അല്ലല്ലോ, അവളല്ലേ ആ അലീന. അവൾ നമ്മൾക്ക് ആരും അല്ലായിരിക്കാം, പക്ഷെ അവരെ കൊണ്ടുപോയത് അവരുടെ വല്യപ്പച്ചനും കൂടിയാണല്ലോ എന്ന്. ഇത് കേൾക്കുന്ന റീത്താമ്മച്ചിക്ക് ആ വാക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്നാടി ഈ പറയുന്ന വല്യപ്പച്ചനൊക്കെ ഉണ്ടായത്? ഇത്രയും കാലം നീയും ഞാനും അല്ലേ ആ പിള്ളേരെ നോക്കിയിരുന്നത്? ഹോ, നീ എന്ത് നോക്കി? നീ കുറേ തിന്നാനും കുടിക്കാനും ഉണ്ടാക്കി കൊടുത്തു, അത്ര തന്നെ. ബാക്കിയൊക്കെ ഞാനല്ലേ നോക്കിയിരുന്നത്? അല്ല, ഈ തിന്നാനും കുടിക്കാനും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കിച്ചണിലേക്ക് വരണമല്ലോ. അതിനും കൂടി ഉള്ളത് ഈ ഞാൻ തന്നെയാണ് എത്തിച്ചേർന്നത്. അമ്മച്ചിക്കും മക്കൾക്കിപ്പോൾ ഒരു തൊലി വെളുത്തവളെയും ഒരു വയസ്സങ്കാർന്നവരെയും കണ്ടപ്പോൾ അതൊക്കെ അങ്ങോട്ട് മറന്നു. എന്താടി നിനക്ക് ആ വയസ്സങ്കാർന്നവരെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് റീത്താമ്മച്ചി ആ വാക്ക് അവിടെ സ്റ്റെക്കാക്കുകയാണ്. എന്നാൽ തൻ്റെ ചേച്ചിയുടെ വായിൽ നിന്നും ഇത്രയും കാലം കേട്ടിട്ടില്ലാത്തൊരു മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകളൊക്കെ കേട്ടപ്പോൾ എൽസാമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് കേട്ടോ. എന്നാൽ എൽസാമ്മ റീത്താമ്മച്ചിയോടായി പറയുന്നുണ്ട്, ചേച്ചി മറ്റൊരു കാര്യമുണ്ട്, എന്നെ എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശം ചേച്ചിക്കുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭർത്താവിനെ ഉപേക്ഷിച്ച്
കാലങ്ങളോളമായി ഞാൻ ഈ വീട്ടിൽ എൻ്റെ മക്കളുമായി ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലത്തിനിടക്ക് എന്നെ ഒരു മോശപ്പെട്ട രീതിയിൽ ചേച്ചി കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ആ ചേച്ചിയാണെന്ന് എന്നോട് ഒരു അപ്പച്ചൻ്റെ പ്രായമുള്ള ഒരാളുമായിട്ട് ചേർത്ത് വെച്ച് ഇങ്ങനെ സംസാരിച്ചത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചേച്ചി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി എൽസാമ്മയുടെ മറുപടി കേട്ടപ്പോൾ റീത്തയ്ക്ക് ആകെ ഒരു ഷോക്കാണ് തോന്നിയത്. ഇത്രയും കാലം താൻ എന്ത് പറഞ്ഞാലും മിണ്ടാതെ കേട്ടു നിന്നിരുന്ന തൻ്റെ അനിയത്തിയും മക്കളും തനിക്ക് നേരെ ഒരു സുപ്രഭാതത്തിൽ തിരിഞ്ഞിരിക്കുകയാണല്ലോ എന്നൊക്കെ തോന്നുകയാണ്. എന്നാൽ സാമർത്ഥ്യത്തിന് ഇത്രയ്ക്കൊരു സ്ത്രീ സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ അത് റീത്ത തന്നെയാണ്. ആ സാമർത്ഥ്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് അവരുടെ ആ ജീവിതം അവർ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ തൻ്റെ അനിയത്തിക്ക് വരുന്ന പണത്തിൽ നിന്നും പകുതിയും മുക്കാലും തൻ്റേതാക്കി മാറ്റി ഈ കണ്ട വീടുകളും കാറും തൻ്റെ മക്കളെ പഠിപ്പിക്കാനുള്ള പണമൊക്കെ നീക്കി വെച്ചിട്ട് അതിൽ നിന്നും തുച്ഛമായത് മാത്രം അനിയത്തിക്കും മക്കൾക്കുമൊക്കെ ഇങ്ങനെ കൊടുക്കാനുള്ള ധൈര്യം കിട്ടുക. അതുപോലെ തന്നെ റീത്ത എൽസയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് എൽസയുടെ കുരക്കിന് കയറി പിടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ് കേട്ടോ. അവരോട് പറയുന്നുണ്ട്, ദേ എനിക്ക് നേരെ നിൻ്റെ മക്കൾ തിരിഞ്ഞ പോലെ നിൻ്റെ ശബ്ദം എനിക്ക് നേരെ തിരിഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൽസയെ സോഫയിലേക്ക് തള്ളിയിടാണ് റീത്താമ്മച്ചി. ആ കുരക്കിന് പിടിച്ച പിടുത്തവും ആ തള്ളിയിടലും എല്ലാം വളരെ ബലത്തിൽ തന്നെയായിരുന്നു. പെട്ടെന്ന് ആ കഴുത്തിൽ നിന്നും വിട്ട ആ പിടിമുറുക്കത്തിൽ പെട്ടെന്ന് ഒന്ന് ടൈറ്റ് വന്ന പോലെയും തൊണ്ടാകെ ഒന്ന് ഡ്രൈ ആയ പോലെയും ഒക്കെ എൽസയ്ക്ക് തോന്നിയിരുന്നു. എൽസ വിചാരിച്ചു ഈ നിമിഷം തന്നെ കൊന്നു കളയാനാണോ ചേച്ചി ഇങ്ങനെ പിടിച്ചതെന്ന് പോലും തോന്നിപ്പോയി. ഒരു നിമിഷം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നൊരവസ്ഥയിൽ ആ സോഫയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് എൽസ. ഇനി എന്താണ് തൻ്റെ ജീവിതം, ഇനി താൻ എന്ത് ചെയ്യുമെന്ന ചിന്തയോടുകൂടി. തുടർക്കഥയുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി കൂട്ടുകാരെ.